കരയില്ലേ കരയില്ലേ ദേ ചന്ദനം തൊടാലോ. ഇന്ന് മോളുടെ 20ാം ജന്മവാർഷിക. ഇന്നത്തെ ദിവസം മോള് അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം. ഞാനിന്ന് പുലർച്ചെ അമ്മയെ സ്വപ്നം കണ്ടച്ച. അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ലെങ്കിലും സ്വപ്നത്തെ കണ്ടപ്പോ നല്ല പരിചയമുള്ളത് പോലെ തോന്നി. അതങ്ങനെ മോളെ, മോളുടെ മനസ്സില് അമ്മയെക്കുറിച്ചുള്ള സങ്കല്പം എന്താണോ അതേ രൂപമായിരിക്കും സ്വപ്നത്തിലും തെളിയുന്നത്. എന്തായാലും അമ്മയുടെ ആത്മാവ് മോളുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വപ്നത്തിൽ വന്നത്. ഇപ്പോ നമ്മളിവിടെ നിൽക്കുന്നത് പോലും ലക്ഷ്മി കാണുന്നുണ്ടാവും. അച്ഛാ നമുക്ക് ഇറങ്ങിയാലോ? മഞ്ചാടിക്ക് കോളേജിൽ പോകേണ്ടതല്ലേ? ആ ഇറങ്ങാം. അച്ഛാ ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. ശരി ചുട്ടാ. 20ാം പിറന്നാൾ ആഘോഷം വലുതായിട്ടൊന്നും ആഘോഷിച്ചില്ലെങ്കിലും മഞ്ചാടി കോളേജിൽ നിന്ന് വന്നാ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു കേക്ക് കട്ട് ചെയ്യാച്ച. അല്ലെങ്കിൽ അവളെന്ത് വിചാരിക്കും? അവളൊന്നും വിചാരിക്കില്ല അനു. മഞ്ചാടി ഇന്ന് അവളുടെ ബർത്ത്ഡേ ഫ്രണ്ട്സിന്റെ കൂടെ കോളേജിൽ വെച്ച് ആഘോഷിക്കും. ആഹാ, അതിനിടയില് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായോ? ആ പഞ്ചരത്നത്തിൽ വെച്ച് നടത്താനായിരുന്നല്ലോ ആദ്യം തീരുമാനിച്ചിരുന്നത്. അത് നടക്കില്ല എന്ന് തോന്നിയപ്പോ ഇവൾ എന്നോട് ഫ്രണ്ട്സിന്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തോട്ടെ അച്ഛാ എന്ന് ചോദിച്ചു. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. മേടിക്ക്, നീ ആരും അറിയാതെ അച്ഛനെ സോപ്പിട്ട് കാര്യം നടത്തി കളഞ്ഞല്ലോ അല്ലേ? അച്ഛൻ പെർമിഷൻ തന്നേ ഉള്ളൂ, പക്ഷെ അതിനുള്ള ഫണ്ട് ഇതുവരെ അനുവദിച്ചിട്ടില്ല. മറന്നാണോ അച്ഛാ? അതൊന്നും അച്ഛൻ മറക്കില്ല. ഇത് 5000 രൂപയുണ്ട്. ഇത് മതിയാവുമല്ലോ? മതി അച്ഛാ, ഞാൻ ഇതിലങ്ങ് ഒതുക്കിക്കോളാം. ഇതിൽ ഒതുക്കിക്കോളാന്നോ? ഞങ്ങളുടെയൊക്കെ ബർത്ത്ഡേ അച്ഛൻ ആഘോഷിച്ചതേ 500 രൂപയുടെ കേക്കില്ല. 5000 മുഴുവൻ തീർക്കാതെ ബാക്കി അച്ഛനെ തിരിച്ചു കൊടുത്തേക്കണം. നോക്കട്ടെ, ബാക്കി വന്നാ കൊടുക്കാം. അതൊന്നും വേണ്ട മോളെ, ഇത് നിന്റെ ഇഷ്ടത്തിന് നീ ചെലവഴിച്ചു. ചിലപ്പോ ഇപ്പോഴത്തെ ഈ ഫ്രണ്ട്സിന്റെ ഒപ്പം ആയിരിക്കണമെന്നില്ല നീ അടുത്ത വർഷം നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ആ പിന്നെ അച്ഛൻ മോൾക്കൊരു ചെറിയ സർപ്രൈസ് കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതിപ്പോ അച്ഛൻ വിഷുവിന് പൊട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്ത് സർപ്രൈസ് അച്ഛാ? ആ അതിപ്പോ പറഞ്ഞാ പിന്നെ സർപ്രൈസ് എന്താ മഞ്ചാടി? എന്നാലൊരു ചെറിയ ക്ലൂ എങ്കിലും. ഒരു ക്ലൂ തരാം. ഈ വിഷുവിനും മക്കളുടെ മുത്തശ്ശിയും കുഞ്ഞമ്മയും പഞ്ചരത്നത്തിലും ഉണ്ടാവും. ആണോ അച്ഛാ? മുത്തശ്ശിയും കുഞ്ഞമ്മയും ഒക്കെ വരുന്നുണ്ടോ? അതെ. മഞ്ചാടിയുടെ ബർത്ത്ഡേക്ക് എല്ലാവരും ഒരുമിച്ച് കൂടാനുള്ള തീരുമാനത്തിൽ നിന്ന് തൽക്കാലം ഞാൻ പിന്മാറാനുള്ള ഒരു കാരണം ഇതാ. മുത്തശ്ശിയും പാർവതിയും വരുന്ന സ്ഥിതിക്ക് അവരുടെ കൂടി മുന്നിൽ വെച്ച് മഞ്ചാടി മോളുടെ കാര്യം എനിക്ക് അവതരിപ്പിക്കാലോ. അത് നന്നായി അച്ഛാ. എന്തായാലും അച്ഛൻ മഞ്ചാടി മോൾക്ക് എന്തോ വലിയൊരു ഗിഫ്റ്റ് തന്നെയാ കൊടുക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നീ ഭാഗ്യവതിയാ മഞ്ചാടി. ഞാനെന്നാ പോട്ടെ, ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നാ പിന്നെ മോള് വെക്കോ. ചെല് വിച്ചുമോനെ, വിച്ചുട്ടും പോണ്ടോ ചിറ്റയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ? ചെല്ല്, വാ നമുക്ക് പോവാം മോളെ.